തൃശ്ശൂരിലേക്ക് വീണ്ടും സ്വാഗതം. സുരേഷേട്ടാ, അത് നമ്മുടെ ബസ്സാണ്, തൃശ്ശൂർ മാജിക് FC ബസ്സാണ്. ഇതെല്ലാം തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഉണ്ട്. കളിക്കാരെ ഏകദേശം സുരേഷേട്ടൻ പരിചയപ്പെട്ടു. ഫുട്ബോൾ കളിക്കാറുള്ള ആളല്ലേ കൊല്ലം ഫാത്തിമ കോളേജിൽ? ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ടായിരുന്നു. രണ്ടിന്റെയും പന്ത് കൊണ്ട് എവിടാ ഏറോ ഒരു കിക്കോ കൊണ്ടതിൻ്റെ ഭാഗമായിട്ട് നിർത്തി ഓടിപ്പോയ ആളാണ് അല്ലേ? പ്രാവശ്യം സ്റ്റമക്കിനാണ്, അത് ഫുട്ബോളാണ്. ഞാൻ കളിക്കുകയായിരുന്നില്ല, സൈഡിൽ നിന്ന് എന്താണ് ചിയ ബോയ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. നല്ല സ്ഥലത്ത് ഒരു ബോള് വന്ന് പതിച്ചതിൻ്റെ പേടി ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം എന്താ പറയാ, കലാ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് നമ്മൾ തൃശ്ശൂരിനെ പറയുന്നെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അപ്പം എന്താ പറയുക, ക്രിക്കറ്റിനെക്കാളുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ്, പ്രത്യേകിച്ച് ഫുട്ബോളിന്. അപ്പോൾ തൃശ്ശൂരിലെ ഈ ഒരു ടീം 6 ടീമുകളിലാണ് നമ്മുടെ ഇത്തവണത്തെ ഈ ഒരു ലീഗിൽ ഒഫീഷ്യലായിട്ട് ഉള്ളത് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു ടീം വരുന്നു. അപ്പോൾ സുരേഷ് ചേട്ടൻ കൂടെ ജസ്റ്റ് അതിനൊരു ഊർജ്ജം പകരാനായിട്ട് വരുന്നു എന്നുള്ളതൊരു ഡിഫറെൻറ്റ് ഇതാണ്. തൃശ്ശൂർ അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിൻ്റെ ഒരു എന്താണ് ഒരു ലെജൻഡറി സ്വഭാവമുള്ള കളിക്കാരുടെയൊക്കെ ഒരു ഗേഹമാണ്. നമ്മൾ വിക്ടർ മഞ്ഞിലയിൽ നിന്നെടുത്ത ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ടീമിൻ്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ച വിക്ടർ മഞ്ഞില. ഞാൻ ഇന്നലെ അദ്ദേഹത്തിനൊരു എക്സലൻസിൻ്റെ അവാർഡ് കൊടുത്തിട്ടേ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സ്. അതിൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ കണ്ടു ഒരു എന്താണ് ഒരു ഗോൾ പോസ്റ്റ് വൈഡ് ലീഗ്. ഇങ്ങനെയാണ് പോകുന്നത്, പന്ത് കാണിയാൻ വേണ്ടി പോകുന്ന ഒരു പോക്കുകൾ അന്തം വിട്ടത്. ചില എക്സലന്റ് ക്യാച്ചസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റിൽ റീഗം അത് പിന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞ് 25 വർഷം മുമ്പുള്ള ഒരു ക്യാച്ച്, അതിന് ശേഷം ഈ ക്യാച്ച് കണ്ടിട്ടില്ല, അത് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ന്യൂജൻ ക്രിക്കറ്ററുടെ ഒരു ക്യാച്ചുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് മികവുറ്റ ക്യാച്ചായിരിക്കും. ഇപ്പം ചിലപ്പോൾ തിളക്കം കുറച്ച് കൂടുതൽ ക്രിക്കറ്റിൻ്റെ ഒരു ആസ്വാദന വലയമെന്ന് പറയുന്നത് വളരെ വിപുലമായി പോയതുകൊണ്ടും പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് 25 വർഷം മുമ്പുള്ള ക്രിക്കറ്റിൻ്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെജൻസിനെ എല്ലാം നമിക്കേണ്ടി വരും. അതുപോലെ തന്നെ തൃശ്ശൂരിൽ എന്ത് ഗ്ലോറി വന്നാലും ഫുട്ബോളിൻ്റെ പേരിൽ നമുക്ക് വിക്ടർ മഞ്ഞില തുടങ്ങി IM വിജയൻ പോലെയുള്ള ഫുട്ബോൾ രത്നങ്ങളെ നമ്മൾ പ്രണയിച്ചേ മതിയാവും, നമിച്ചേ മതിയാവും. അപ്പോൾ ഫുട്ബോളാണോ ക്രിക്കറ്റാണോ, എവറിത്തിങ് ദാറ്റ് വിൽ ബ്രിങ് ഇൻ എൻ്റർടൈൻ. ഫുട്ബോൾ കളിയിലൂടെയും ചില വിചിത്രമായ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന ആ ഗ്രൗണ്ടിലെയോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെയോ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ ത്രസിപ്പിക്കും, നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്കായി. ഇറ്റ് ഈസ് ഓൾസോ എൻ്റർടൈൻ. പക്ഷെ ആ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു, ആ കഥാപാത്രത്തിൻ്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിൻ്റെ മുഹൂർത്തം ചിലപ്പോൾ ലെജൻസൊക്കെ അതിനേക്കാൾ മികവോടെ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഏറ്റവും കാലഘട്ടത്തിന് ചേരുന്ന എക്സ്പ്രഷൻസ് കൊണ്ടുള്ള ഒരു അമ്മാനമാടുന്ന രീതി എന്ന് പറയുന്നതാണ് ആനന്ദം ഉണ്ടാക്കുന്നത്. ആ ആനന്ദം എന്തിൽ നിന്ന് ഭവിക്കുന്നുവോ അതെന്നും ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും. തൃശ്ശൂരിന് പുതിയ ജനറേഷൻ ഓഫ് പ്ലെയേഴ്സ്, പുതിയ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കൊണ്ടുള്ള പെരുമാറ്റം, അത് തൃശ്ശൂർ വഴി ലോകത്തിൻ്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശ്ശൂരിൻ്റെ വലിയ സംഭാവനയാണ് ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗ്ലോറി ഓഫ് തൃശ്ശൂർ ത്രൂ ഫുട്ബോൾ. ആൻഡ് ലെസ്റ്റൻ സ്റ്റീഫൻ ഗരുഡൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അതിന് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
എനിക്ക് ആ ഒരു സിനിമ ചെയ്യാനാണ് ഇതുവരെ അവസരം കിട്ടിയത്. അതും കറക്റ്റായിട്ട് ഗോൾ പോസ്റ്റിൽ ഇറ്റ് വാസ് സ്ട്രൈക്കിംഗ് കണ്ടിന്യൂസ് ഗോൾസ്, സ്റ്റിൽ സ്ട്രൈക്കിംഗ് on the television and the OTT platforms, still striking glorious goals. Let that glory will build up to adding glory to Thrissur football. Thank you. Thank you so much, Suresh. ഇനി തൃശ്ശൂരിലെ കാൽപന്ത് കളിക്ക് പുതിയൊരു പേരുണ്ടാവും. ആ പേരാണ് തൃശ്ശൂർ മാജിക് FC. തൃശ്ശൂർ മാജിക് FC എന്ന ടീമിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലോഞ്ചിനാണ് ഇവിടെ നിങ്ങളോടൊപ്പം നമ്മൾ എല്ലാവരും ഉള്ളത്. ശ്രീ സുരേഷ് ഗോപി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഗംഭീരമായ ചടങ്ങ് തുടങ്ങുകയായി. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ ചടങ്ങിലും സംഗീതം തുടക്കത്തിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്നാണ്. ഞങ്ങൾ 3000 മാച്ചസ് ഗ്രാസ് റൂട്ടിൽ ചെയ്തിട്ട് 1400 ചിൽഡ്രൻ, നമ്മൾ 1400 കുട്ടികൾ, we are actually training them all through the year free of cost. ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് 200 കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് we will take them into professional league. So Super League Kerala is the first professional league കേരളത്തിൻ്റെ. And why I'm also calling professional league is because not only the coaches, if you see head coach, he's a pro license coach. India level hardly 10 to 12 pro license coaches are there. We are having the top ex-footballers as the assistant coaches. 6 foreign players per team. 36 teams are 36 foreign players will be playing. So this is the ecosystem which we are building up across Kerala, and this will help basically have a lot of youth and the youngsters from Kerala to grow and become professional footballers. That's the reason why I said professional football league. So നമ്മുടെ ഈ ലീഗിനകത്ത് 6 ടീംസ് ആണ് ഉള്ളത്. കൊച്ചി, ട്രിവാൻഡ്രം, തൃശ്ശൂർ, മലപ്പുറം, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ. സീസൺ 1. സീസൺ 3 നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് we'll go to about 8 franchisees. So this is going to be a top tier league of the state, and നമ്മളിത് Star Sports 1 and Hotstar Disney will be covered. Apart from that, all the tickets, we have a partner called Paytm Insider. അവിടെ നിന്നാണ് ടിക്കറ്റ്സ് മേടിക്കുന്നത്. 7th of September will be the kick-off. So 6 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്, and we will have till 6:45 big show where we will have local regional artists, Bollywood actors, and everyone coming together to celebrate ഈ ഒരു Super League Kerala. So നിങ്ങൾ എല്ലാവരും പറഞ്ഞു. ആൻഡ് ഈ ഒരു ആഡ് ഞങ്ങൾ ഇന്ന് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് പ്ലേ ചെയ്യുന്നത്. സോ please do like it and share with as many friends as possible. I hope all of you bless us and make this Super League a successful venture. And adu koodade I wish all the very best to the Thrissur FC, Thrissur Magic FC, and I hope they succeed in everything they do. Thank you very much. Thank you so much, Sri Matthew, the CEO from the Super League Kerala. Now I would like to call upon the team owner. ഒരു ചെറു സൂപ്പർ ഹിറ്റ് സിനിമയുടെ മലയാള സിനിമയിലേക്ക് വന്ന അദ്ദേഹത്തെ ഞാൻ അപ്പോഴാണ് ആദ്യം പരിചയപ്പെടുന്നത്. ട്രാഫിക് എന്നായിരുന്നു സിനിമയുടെ പേര്. പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമ ഏറ്റവും മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ഇന്ന് ഇവിടെ നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു ഫുട്ബോൾ കമ്പനിയുടെ ടീം ഓണർ ആയിട്ട് നിൽക്കുകയാണ്. സ്വാഗതം ചെയ്യാണ് ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫനെ, the main person behind Thrissur Magic FC. A round of applause for this young entrepreneur. സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 6 ജില്ലകളാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മുടെ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞതുപോലെ തൃശ്ശൂർ ഇങ്ങ് എടുക്കുവാണ്. സൂപ്പർ ലീഗിൽ ഞങ്ങൾ അങ്ങനെയാണ് തൃശ്ശൂരിനെ ഇങ്ങോട്ട് എടുത്തത്. ഇനി ഞങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സക്സസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബെസ്റ്റ് കോച്ചുണ്ട്, ടീം മാനേജറുണ്ട്, കൂടെ സഹപ്രവർത്തകരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പിന്തുണയോടുകൂടിയാണ് ഞാൻ പോലും ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പം ഒരു ടീം, നിങ്ങൾക്കറിയാം, ഒരു ടീം ഇത് 2 മാസക്കാലമാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം. അപ്പോൾ ഒരു ടീം ഒന്ന് ഫോം ചെയ്ത് കളിക്കാനായിട്ട് റെഡിയാണെങ്കിൽ തന്നെ കുറേ നാളുകളിലെ പ്രാക്ടീസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഇപ്പം ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ
തൃശ്ശൂർ മാജിക് FC കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ടീമുകളും അനൗൺസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ സുഹൃത്തുകൂടിയായ പൃഥ്വിരാജിൻ്റെ ടീമിൻ്റെ ലോഞ്ചായിരുന്നു എറണാകുളത്ത് വെച്ച്. ഇന്നിപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വെച്ച് തൃശ്ശൂർ മാജിക് FCയുടെ ലോഞ്ചാണ്. അപ്പോൾ ഇനി വർത്തമാനത്തിൽ കാര്യമില്ല, ഫുട്ബോള് കളിച്ച് ജയിച്ചു വരുന്നതിലാണ് കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് വരെ ഞാനാണ് ഈ ടീമിൻ്റെ ഓണർ, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇന്ന് മുതൽ ഈ ടീമിൻ്റെ ഓണറായിട്ട് എൻ്റെ കൂടെ ഞങ്ങളുടെയൊക്കെ സ്വന്തം നിവിൻ പോളിയും കൂടെ ഈ ടീമിൻ്റെ ഓണറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നിവിൻ, തൃശ്ശൂർ മാജിക് FCയുടെ ഓണർഷിപ്പ് നിവിനൂടെ ഉള്ളതാണ് ഇന്നു മുതൽ. അതുമാത്രമല്ല, തൃശ്ശൂർ മാജിക് FCയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് നിവിൻ പോളി എന്നുള്ള വിവരവും കൂടെ ഈ നിമിഷം അറിയിക്കുകയാണ്. നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഇവിടെ ലോഞ്ച് ചെയ്യണമെന്ന് സുരേഷ് ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ്, അപ്പോൾ സുരേഷ് ചേട്ടൻ 1-2 ദിവസങ്ങൾ തന്ന ആ ദിവസത്തൊക്കെ ഞങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഡേറ്റ് മാറ്റിക്കൊണ്ടിട്ടിരുന്നപ്പോൾ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയുടെ ലോഞ്ച് ചെയ്യാനായിട്ട് വന്ന സുരേഷ് ചേട്ടന് ഞങ്ങളുടെ തൃശ്ശൂർ മാജിക് FCയുടെ പേരിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുള്ളത് കൊണ്ടിട്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ശബ്ദം, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ഞാൻ പോവുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ നിങ്ങളുടെ സ്വന്തം MP ആക്കിയത്. കേരളക്കരയാണ് അദ്ദേഹത്തെ മലയാളത്തിന്റെ പ്രിയ മനുഷ്യശ്രീ സൂപ്പർ സ്റ്റാറുമാക്കിയത്. Ladies and gentlemen, boys and girls, with immense pleasure I would like to call upon the Honorable Union Minister. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ഒരു യൂണിയൻ മിനിസ്റ്ററെ ഏട്ടാന്ന് വിളിക്കാനുള്ള ഒരു സൗകര്യം ഇന്ത്യയിലും ലോകത്ത് ഒരൊറ്റ നടനേ ഉള്ളൂ. ആ നടന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്. സ്വാഗതം ചെയ്യുന്ന തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് തൃശ്ശൂർ മാജിക് FCക്ക് വേണ്ടി വണതോളെ സുരേഷ് ഗോപി. സുരേഷിൽ നിന്ന് കേൾക്കാൻ. നമസ്കാരം. ഗുഡ് ഈവനിങ് തൃശ്ശൂർ. തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനം കൈക്കൊണ്ട് അതിന് വഴിതെളിച്ച പ്രാർത്ഥനകൾ അത് ലോകമെമ്പാടുമുണ്ടായിരുന്നു. എല്ലാവർക്കും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. ഇനി നന്ദി ചെയ്ത് തീർക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൃശ്ശൂരിന് MP-യുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ തൃശ്ശൂർ മാജിക് അല്ലെ, ഫുട്ബോൾ മാജിക് ഫ്രെയിംസിൽ നിന്ന് വരുന്നു. സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ട് എല്ലാ പിന്തുണയും ഈ മാജിക്കിന്റെ കൂടെ ഉണ്ടാവും. അതൊരു വേൾഡ് ക്ലാസ് മാജിക്കായി തീരട്ടെ. ഇതിന്റെ പരിണിത ഫലങ്ങളെല്ലാം തൃശ്ശൂരിന്, കേരളത്തിൽ ആർക്ക് കിട്ടിയാലും സന്തോഷം. മലയാളി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെ വിചാരിക്കും. പക്ഷേ തൃശ്ശൂരിന് അത് ലഭിച്ചാൽ വലിയ ഐശ്വര്യങ്ങളുടെയൊക്കെ തുടക്കമായി സെപ്റ്റംബർ മാസം മുതൽ നമ്മൾ ഈ മാമാങ്കത്തിൽ ഹൃദയം കൊണ്ട് തന്നെ, നമ്മൾ വിനോദത്തിന്റെ പേരിൽ ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരും. ലെറ്റ് തൃശ്ശൂർ മേക്ക് ഇറ്റ് ടു ദി ലെവൽ ബെസ്റ്റ്. താങ്ക് യു. ഏറ്റവും ഫേവറേറ്റ് ഫുട്ബോളറാണ് ലോകത്തിലെ എല്ലാവരും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഫുട്ബോളറാണ്. ഞാൻ അങ്ങനെ ലോക ഫുട്ബോൾ എന്ന് പറയുന്നതിന്റെ പിന്നാലെ പോകുന്ന ആളല്ല. ചോദിച്ചാൽ നമുക്ക് അപ്പൊ തന്നെ എന്റെ കുടുംബത്തിന്റെ തന്നെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആരാ? ലയണൽ പെലെ. റൊണാൾഡോ. CR7. സുള്ളൻ.
ചുള്ളൻ പന്ത് ചെക്കൻ, കാൽപന്ത് ചെക്കൻ, വലിയ ഇഷ്ടമാണ്. And moving on, I would like to call upon another special guest. നമ്മുടെ അയൽവക്കത്തെ പയ്യൻ, അയൽ വീട്ടിലെ പയ്യൻ എന്ന ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പുതുതലമുറയിലെ പ്രിയ താരം. ഞാൻ പറയുന്നത് മറ്റാരുമല്ല, ഇന്ന് ഈ ഒരു എന്താ പറയാ തൃശ്ശൂരിന്റെ ഈ മാജിക് എഫ്സിയുടെ ടീം ഓണറായിട്ടും ബ്രാൻഡ് അംബാസിഡറായിട്ടും കൂടെ ഈ ടീമിന്റെ കൂടെ തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ നിവിൻ പോളിയാണ്. A round of applause for this great artist. പുതിയ റോളാണ്. എനിക്ക് പണ്ട് നിവിൻ CCL ക്രിക്കറ്റ് കളിച്ചറിയാം. ഇതിപ്പം ഫുട്ബോളിലേക്കാണ്, ടീം ഓണറാണ്. ഇതിപ്പം ലിസ്റ്റിന്റെ ടീമിന്റെ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചേഞ്ച്? പണ്ട് IPL-ലൊക്കെയാണ് നമ്മൾ നോർമലി ഷാറൂഖും അങ്ങനെ ഓരോ വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ബോളിവുഡിൽ സ്പോർട്സിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലും തുടക്കമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സ്പോർട്സ് ചെറുപ്പം മുതലേ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ഫുട്ബോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. ചെറുപ്പത്തിൽ എപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഫുട്ബോൾ ബേസിൽ സിനിമകൾ ചെയ്യണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ആക്ച്വലി ഈ സൂപ്പർ ലീഗിൻ്റെ ഈ കോൺസെപ്റ്റ് തന്നെ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ വളർന്നു വരുന്ന യുവാക്കൾ സ്പോർട്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വളരെ വലിയൊരു ഇനീഷ്യേറ്റീവാണ്. നമ്മുടെ പുതിയ ജനറേഷൻ നമുക്ക് അതിനൊരു അവസരം കുറേ നാളുകളായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്ടും ആയിക്കോട്ടെ, ഇതേപോലുള്ള ലീഗുകൾ വന്നാൽ ഒരുപാട് യുവാക്കളുടെ ഫോക്കസ് ടുവേർഡ്സ് സ്പോർട്ടിലേക്ക് മാറും. അത് എന്താണ് പറയുക, വേറെ രീതിയിലേക്ക് യുവാക്കൾ വഴിതെറ്റി പോകാതെ അവരെ ഒരു നേർവഴിക്ക് നടത്താനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ സ്പോർട്സ് നടത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാണ്, ഇതേപോലെയുള്ള ലീഗുകളുടെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണ് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയിൽ വന്നത്. ഞാൻ പറഞ്ഞ റെഡി, എനിക്ക് താല്പര്യമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ജനറേഷനെ ഒരു എന്താണ് പറയുക, നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതേപോലുള്ള ലീഗുകൾ ഭാഗമാകാൻ സാധിക്കട്ടെ. ഇതൊരു ആദ്യത്തെ അറ്റംപ്റ്റാണ്. അതൊരു വിജയമാവട്ടെ. എല്ലാ ടീമുകൾക്കും ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷനും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര നല്ലൊരു എക്സ്പോഷറും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുന്നത്. സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് ആരാധനയോടെ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വേദി സുരേഷ് ഏട്ടൻ്റെ കൂടെ പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ തൃശ്ശൂർ മാജിക് FC-ക്കും സൂപ്പർ ലീഗ് കേരള ടീം ഓണേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും ഇതൊരു നല്ലൊരു സീസൺ ആവട്ടെ. എല്ലാവർക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവട്ടെ. ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിവിൻ, നിങ്ങൾ ഒരുമിച്ചാണ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ ഉടനെ ചാൻസ് ഉണ്ടാവും. സുരേഷ് ചേട്ടൻ ഇപ്പം തന്നെ സിനിമയ്ക്ക് കിട്ടാൻ ഇവരെ ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്കോപ്പ്? അതെ, ആദ്യം കഥയാണ് ആവശ്യം, അത് കഴിഞ്ഞിട്ടാണ് പൈസ ആവശ്യം. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഇതിന്റെ ഈ ടീമിന്റെ ജേഴ്സിയുടെ ലോഞ്ചിലേക്കാണ് പോകുന്നത്. സോ വി ഹാവിംഗ് ദ ഒഫീഷ്യൽ ലോഞ്ച് ഓഫ് ദ ടീം ജേഴ്സി. ഐ റിക്വസ്റ്റ് ലിസ്റ്റൻ ഓൾസോ ടു ജോയിൻ ഹിയർ. The moment we have been waiting for. Thrissur Magic FC-യുടെ official jersey launch. What a moment.
FC. നേരത്തെ നെവിൻപോളി സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഏട്ടൻ്റെ കൂടെ ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമ്മളൊക്കെ സിവിൽ സർവീസിലേക്ക് വന്നത് തന്നെ പരചന്ദ്രൻ IPS ഒക്കെ കണ്ടിട്ടാണ്. അപ്പോൾ IPSലല്ല IRSലാണ് ലാൻഡ് ചെയ്തെങ്കിലും ഇൻകം ടാക്സിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്കൊന്ന് ലിസ്റ്റിലൊക്കെ അതുകൊണ്ടാണോ എന്നെ ഇവിടെ വിളിച്ചതെന്ന് പോലും ചെറിയ സംശയമുണ്ട്. പാലക്കാരാണ് ഞങ്ങളൊക്കെ. ഇവിടെ ഗോഡ്ഫി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് പവർ ലിഫ്റ്റിംഗ് എല്ലാം ചെയ്തൊരു സ്റ്റേജാണ്. പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി. എൻ്റെ ലെഫ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോയതുകൊണ്ടാണ് ഞാൻ സിവിൽ സർവീസിൽ ലാൻഡ് ചെയ്തത്. രണ്ടാമത്തെ ദുരന്തം ഇവിടെ തന്നെയാണ്. കല്യാണം കഴിച്ചത് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാഫ് തൃശ്ശൂരിയായിരുന്നു. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിൽ നിന്നാണ്. ഇപ്പം ഞാൻ അഡീഷണൽ കമ്മീഷണർ കൊച്ചി. തൃശ്ശൂർ ഇസ് ഓൾസോ അണ്ടർ മൈ ജൂറിസ്ഡിക്ഷൻ. ഇവരൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ടിനിച്ചേട്ടനുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ പല വേദികളിൽ വെച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കണ്ട ഒരു ലുക്കിൽ നിന്നേ ഉള്ളൂ. പലർക്കും ഞാൻ സ്പോർട്സുകാരനാന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നുന്നു. ഇവനെ ഇവിടെ ഫുട്ബോളിൽ വിളിച്ചത് ആകൃതി പ്രകാരമാണോ എന്ന് പോലും സംശയിച്ചവരുണ്ടാവും. പണ്ടൊരു സ്പോർട്സുകാരനായിരുന്നു. ഇപ്പൊ കണ്ട ലുക്കിൽ നിന്നേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇവിടെ വലിയ ഇപ്പൊ ഇന്നലത്തെ ചടങ്ങിലും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വരാം. മാത്യു ചേട്ടനോട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇന്നലത്തെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ കളർഫുൾ ഈ പരിപാടി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് തൃശ്ശൂരിന്റെ ഒരു വൈബ് കൂടിയതുകൊണ്ടാവാം. അത് തൃശ്ശൂർക്കാരുടെ ഒരു കളറും കൂടെയാണ്. ശരത്തേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പം ഈ പറയുന്ന കുമ്മാട്ടി പുലിക്കളിയും കൊട്ടും വൈബും ഇല്ലാതെ പിന്നെ സുരേഷ് ഏട്ടനോട് കൂടി പിന്നെ പറയണ്ടല്ലോ. എല്ലാവിധ ഭാവങ്ങളും തൃശ്ശൂർ FCക്ക് ഈ 6 ടീമുകളുടെ ഭാവങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കൊച്ചിയിലും കണക്ഷൻ തൃശ്ശൂരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നടുക്ക് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ എനിവേ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Now I would like to call upon Sri Victor Manila and Sri Iti Matthew.
I would like to call upon the team coach from Italy, all the way from Italy. It is Giovanni Scanu to kindly come over to the dais. A round of applause for this wonderful football player, coach. I would like to call upon the assistant coach, Sathivan Balan, and the goalkeeper coach, Sharath, to join. International number related to space researches, findings, navigations and findings, and then attempt, which got foiled. 13. But ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇതൊരു ഇന്റർനാഷണൽ സ്റ്റിഗ്മാറ്റിക് നമ്പർ ആണെങ്കിൽ, if there is a stigma added to number 13, this team is not American, this team is Indian, and we are going to shy away the stigma that is attached to the number 13, and 13 is going to be working towards glorious magic, Thrissur magic, jersey number 13 from Kerala, Thrissur. Guess who we need? CK winning jersey number 13 for Thrissur Magic FC. Will lead Thrissur Magic FC for the Super League Kerala. What a moment! A new story for Indian football from Thrissur Magic FC on Super League Kerala. എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ആദ്യം എൻ്റെ വീട്ടിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിനും എൻ്റെ കൂടെ കളിച്ചതാണ് കേട്ടോ. പൈതവേ ജസ്റ്റിനും സുശാന്തേട്ടനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവർ ഈ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഞാൻ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത്. പിന്നെ ഞാൻ ഇന്നാണ് അറിയുന്നത് ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത്. ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുറെ കൊല്ലമായില്ലേ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഉത്തരവാദിത്തമാണ് എന്നുള്ളത് എനിക്കറിയാം. അതിന് പറ്റുന്ന രീതിയിൽ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ ടീം അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫുട്ബോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 10-25 പ്ലെയേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി മേലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കും. ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ കപ്പടിക്കും എന്നുള്ള അവകാശവാദങ്ങളൊന്നും ഇല്ല. കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചീത്ത പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കപ്പടിക്കുന്നുള്ള അവകാശവാദങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്യൂലേ, അപ്പൊ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിരിക്കും. സീസൺ കഴിയുമ്പോൾ, അതായത് 2 മാസത്തേക്കുള്ള സീസണാണ്. സീസൺ കഴിയുമ്പോൾ തൃശ്ശൂരിന് അഭിമാനിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു വാക്ക് മാത്രമേ എനിക്ക് ഇപ്പം തരാൻ പറ്റൂ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് എന്തായാലും അഭിമാനിക്കുന്ന ഒരു സമയമുണ്ടാവും 2 മാസത്തിന് ശേഷം എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണം. അപ്പോൾ നമുക്ക് 9-ാം തീയതിയാണ് ആദ്യത്തെ മാച്ച്. അത് എൻ്റെ നാട് കണ്ണൂരിനെതിരെയാണ്. ഞാനത് ചെൽസിയാണ് ആദ്യത്തെ മാച്ച് എൻ്റെ നാട് കണ്ണൂരിനെതിരെ ആയത്. നമുക്കപ്പോൾ 9-ാം തീയതി നിങ്ങളെല്ലാവരും മഞ്ചേരി സ്റ്റേഡിയത്തിലാണ്. അങ്ങോട്ടേക്ക് നമ്മളെ കളി കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരിക, നമ്മളെ കൂടെ നിൽക്കുക. സീസണിൻ്റെ അവസാനം നമുക്ക് അഭിമാനിക്കാൻ കേരള സൂപ്പർ ലീഗിൻ്റെ ട്രോഫി നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവിധ എന്താ പറയുക നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you, CK, and wish all the best to Thrissur Magic FC from everyone in Thrissur. എന്നോട് കുറെ പറയാനാ പറഞ്ഞത്, പക്ഷേ എനിക്ക് തോന്നുന്നു തൃശ്ശൂരിന് പറ്റിയത് തൃശ്ശൂരിന്റെ MP പറയുന്നതാണ്. ഞാൻ സുരേഷേട്ടനെ കൊടുക്കും. 3 പ്രാവശ്യം. Hebe! Hooray! Hebe! Hooray! Hebe! Hooray! Thank you. Thank you, CK and the team. I request Nivin and Suresh to kindly be here for 2 more minutes. Thank you, the team members, the coach, everyone.
ഈ ഓണക്കാലത്ത് ഒരു സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഷിലു എബ്രഹാം പ്രസൻസ് ആൻഡ് അബ മൂവി പ്രൊഡക്ഷൻ എബ്രഹാം മാത്യു പ്രൊഡ്യൂസ് ചെയ്ത് ശ്രീ ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന മൂവിയുടെ ടീമിലെ ആർട്ടിസ്റ്റ് ഒക്കെ ഇവിടെ ക്രൂ നമ്മളോടൊപ്പം ഉണ്ട് ചേരാനായിട്ട്. അവരെ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ടു ജോയിൻ വിത്ത് ദ തൃശ്ശൂർ മാജിക് FC ടീം. എന്നിട്ട് വിൽ കോൾ ഇറ്റ് എ ഡേ. I would like to call upon the all-time action master, one and only Sri Babu Anthony. I would like to call upon Sri Tini Tom, Sri Anson Paul, Sri Senthil, Sri Bipin, and Shilu Abraham, the actor and producer. Bad Boys എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ. ജസ്റ്റ് ഹാവ് എ ലുക്ക്. 3 പോസ്റ്റേഴ്സ് ഉണ്ട്, ബാക്ക് ടു ബാക്ക് വി ക്യാൻ സീ. സപ്പോർട്ടുമായി എത്തിയ ബാഡ് ബോയ്സ് ടീമിൽ നിന്ന് 2 വാക്ക് നമുക്ക് കേൾക്കാം. ഫ്രം ബാബുചേട്ടൻ ഫസ്റ്റ് ആൻഡ് ദ ടീം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിലേക്ക് വരാനും നിങ്ങളെ എല്ലാവരും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഞാൻ തൃശ്ശൂർ മാജിക്കിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ബി എ വിന്നർ. Hope to see you with the cup. And please wish us Bad Boys and one bad girl there. All the best. Please watch the movie. Thank you so much. And Shilu and the team. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ തൃശ്ശൂർ മാജിക് FCക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും. നിങ്ങൾ പടവെട്ടി വിന്നറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ബാഡ് ബോയ്സ് എന്ന ഓണത്തിനിറങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ ടീസറും പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ MP സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു നിവിൻ പോളി. ആൻഡ് താങ്ക് യു ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ്. താങ്ക് യു ഓൾ. എനിക്ക് തൃശ്ശൂർ FCയുടെ ജേഴ്സിയാണ് ഇഷ്ടപ്പെട്ടത്. കാരണം സുരേഷ് ചേട്ടനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കളർ തൃശ്ശൂർ FCയുടെ ജേഴ്സി. അപ്പൊ എന്തായാലും അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ട് വന്നിരിക്കുകയാണ്. ഫ്രഷായിട്ട് പുതിയ മെമ്പർഷിപ്പിന് വേണ്ടി ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുകയാണ്. തൃശ്ശൂർ FCയിൽ ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ബാഡ് ബോയ്സിന്റെ ടീസർ റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ക്രൗഡ് തിയേറ്ററിൽ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. നമസ്കാരം. മാജിക് തൃശ്ശൂർ അല്ല, സിഫൻ എന്നൊരു അവരുടെ കുടുംബത്തിലെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ട്. ഒരു അനിയൻ അവിടെ നിൽക്കണു. നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ഉണ്ടാവും. മഹീന്ദ്രയില് അതേപോലെ തന്നെ ചെന്നൈ വിൻ ചെയ്തപ്പോൾ ISL കളിക്കുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളെ തൃശ്ശൂർകാരെന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്നവരാണ്. തൃശ്ശൂർകാരെന്നല്ല, മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്നവരാണ്. നമ്മുടെ മാജിക് തൃശ്ശൂരിനെ നല്ല സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. തൃശ്ശൂർ മാജിക് തൃശ്ശൂർ മാജിക്. അപ്പോൾ എല്ലാ ടീമുകളും നല്ല ടീമുകളാണ്. എന്തായാലും നല്ല പ്ലേയേഴ്സിന് കിട്ടുന്നുണ്ട്. നല്ലൊരു കളി കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബ്രദർ. A round of applause for the Union Minister and Superstar Suresh Gopi. സൂപ്പർ ലീഗിന്റെ തൃശ്ശൂർ മാജിക് FCയുടെ കമ്മിറ്റി ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഞാൻ നിവിനും ചേർന്ന് നിങ്ങളോട് താങ്ക്സ് പറയുക മാത്രമാണ്. അപ്പോൾ ഇതിനൊരു കളർ ആക്കാൻ വേണ്ടിയിലൂടെയാണ് ബാഡ് ബോയ്സ് ടീമുകൂടെ ഈ പരിപാടിക്ക് ഇവിടെ എത്തിയത്. എനിവേ, ബാഡ് ബോയ്സ് സിനിമ ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. കൂടെ നമ്മുടെ ഒരു സിനിമയും കൂടെ ഉണ്ട്, AR എന്ന് പറയുന്ന സിനിമയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു മത്സരം കൂടെ ഉണ്ട്. ഇങ്ങനെ എല്ലാ സിനിമകളും വിജയിക്കണം. വളരെയധികം സന്തോഷം. ഇത്രയും നേരം ക്ഷണിച്ച് ഇവിടെ ഇരുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും മാജിക് ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ മാജിക് FCയുടെ വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം ഇത്ര മനോഹരമാക്കാനായിട്ട്
സഹകരിച്ച ഗോഡ്ഫി ആയിക്കോട്ടെ, അഖില ആയിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. കുറേ പേരുടെ ഒരു പ്രയത്നമാണ് ഇന്ന് ഇവിടെ ഒരു ഭംഗിയുള്ള പ്രോഗ്രാമാക്കി മാറ്റാനായിട്ട് സാധിച്ചത്. അതിന് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 7-ന് മതി സാർ. സെപ്റ്റംബർ 7-ന് ഞങ്ങൾ അങ്ങനെ കളി ഈവന്റ് തുടങ്ങുകയാണ്. അപ്പോൾ തൃശ്ശൂരുകാർ എല്ലാവരും ചേർന്നിട്ട്, ഇപ്പം എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഓരോ സിനിമയ്ക്കാണെങ്കിലും ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫുട്ബോളിനായിക്കോട്ടെ ക്രിക്കറ്റിനായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത് തൃശ്ശൂരിൻ്റെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ നിങ്ങളുടെ ടീമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ടീമിൻ്റെ ബലം. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾ ഈ ടീമിനൊപ്പം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മാധ്യമ ഓൺലൈൻ മീഡിയയ്ക്ക് എല്ലാ നന്ദി. ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നതിനും ഇങ്ങനെ വലിയൊരു വേദി ഒരുക്കി തന്നതിനും നന്ദി. തൃശ്ശൂരിൻ്റെ ടീം ഇവിടെ എല്ലാം സെറ്റായിരിക്കുകയാണ്. ഫുൾ പ്ലേയേഴ്സ്, കോച്ച് എല്ലാവരും ഉണ്ട്. തൃശ്ശൂരിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ ടീമിനുണ്ടാവണം. എല്ലാ രീതിയിലും ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും, ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു അഭിമാനമാവാൻ സാധിക്കട്ടെ ഈ ടീമിന്, തൃശ്ശൂരിന് അഭിമാനമാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. Thank you, Nivin. Thank you, Liston. And thank you, the team, Bad Boys. And thank you, everyone, the media, print, visual, everyone. Thrissur ഈ ഒരു ഫംഗ്ഷനെ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി ഫ്രം ദ ഹോൾ ക്രൂ ഓഫ് തൃശ്ശൂർ മാജിക് FC. അപ്പോൾ നമുക്ക് മത്സരങ്ങൾ കാണാം, സൂപ്പർ ലീഗ് കേരളയിൽ കാണാം, തൃശ്ശൂർ കേരള FC. ഇതൊന്നും 30-ൽ പരം മാച്ചസ്, 6 ടീം, 2 സെമി ഫൈനൽസ്, 1 വിന്നർ. ആ വിന്നർ തൃശ്ശൂർ മാജിക് FC ആയിരിക്കട്ടെ. താങ്ക് യു. സീ യു അറ്റ് ദ ഗ്രൗണ്ട്. താങ്ക് യു. ലവ് യു ഓൾ.